എന്താ പ്രഭ? എന്താ ആലോചിക്കുന്ന? ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളൊന്നും നേരായി വന്നപ്പോ താനെന്താ ഡള്ളായിരിക്കുന്നേ? എന്താ പ്രഭ? ഒന്നുമില്ല സിദ്ധു. അച്ഛാ. ആ സബ് കളക്ടർ ഇപ്പൊ വിളിച്ചിരുന്നു. തിങ്കളാഴ്ചയുള്ള മീറ്റിംഗ് മാറ്റിന്ന്. ഡേറ്റ് പിന്നെ അറിയിക്കാന്നാ പറഞ്ഞേ. അത് മതിയല്ലോ അച്ഛാ? അതൊക്കെ മോളുടെ ഉചിതം പോലെ അങ്ങ് ചെയ്താൽ മതി. ആ പിന്നെ നീ അറിഞ്ഞോ, ഇവിടെ ഒരാളുടെ ബിസിനസ് ഒക്കെ വലിയ തകർച്ചയിലായി. കോടികൾ നഷ്ടം വന്നിരിക്കുക. ബാങ്ക് ഏത് സമയവും വീട് ജപ്തി ചെയ്യാം. കടക്കാരെ പേടിച്ച് നാട് വിടേണ്ട അവസ്ഥയാ. ആരുടെ കാര്യം ഈ പറയുന്നേ? തന്റെ കാര്യം തന്നെ. മോളെ, അമ്മയുടെ മുഖം ശ്രദ്ധിച്ചില്ലേ? നല്ല വിഷാദമല്ലേ? ഒരു ബിസിനസ് തകർച്ചയൊക്കെ വന്ന ഒരാളുടെ ടെൻഷനില്ലേ? സത്യം, അച്ഛന്റെ ഉദാഹരണം കൊള്ളാം. എന്താ അമ്മേ, അച്ഛൻ പറയുന്ന പോലെ വല്ലതും ആണോ അമ്മ അലട്ടുന്നേ? എനിക്ക് ഒരേ ഒരു ബിസിനസ് മാത്രമേ ഉള്ളൂ. അത് എന്റെ കുടുംബം. അത് സമാധാനത്തോടു കൂടി കൊണ്ടുപോവാ. അപ്പൊ പിന്നെ ഈ ടെൻഷന്റെ കാര്യം എന്താ? തലവേദന, പല്ലുവേദന, വയറുവേദന, അതോ നടുവേദനയോ? അങ്ങനെ എന്തെങ്കിലും വേദനയുണ്ടോ? എനിക്കൊരു വേദനയില്ല. പറഞ്ഞു പറഞ്ഞു എന്നെ വേദനിപ്പിക്കാതിരുന്നാ മതി. ശരിടാ, ഒരു തമാശ പറഞ്ഞിട്ട് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ കഷ്ട. അമ്മ പറയുന്നത് നേരാ. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ആരെങ്കിലും നമുക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലേ നമുക്കും തോന്നും നമുക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. ഓക്കെ ഓക്കെ, ഞാൻ വിട്ടു. മോളെ, അമ്മ നല്ല ടെൻഷനില്ല. എന്തോ കുഴപ്പമുള്ളതുപോലെ. അതെ അതെ, നമ്മള് തമാശയായിട്ട് പറഞ്ഞെങ്കിലും അമ്മ ഇത് കാര്യമായിട്ട് തന്നെയാ എടുത്തത്. അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട്. അച്ഛാ, രാധാകൃഷ്ണൻ മിനിസ്റ്ററാ വിളിക്കുന്നേ. എടുക്ക്. ഹലോ സർ. MLA ഇപ്പൊ എവിടെയാ? മീറ്റിംഗിലോ ഫംഗ്ഷനിലോ വല്ലോ ആണോ? അല്ല സർ, ഞാൻ വീട്ടിലാ. ആ ഓക്കെ. ദേവിക, നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. രാവിലെ ഓഫീസിലൊന്ന് വരണം. തീർച്ചയായിട്ടും സർ. എത്ര മണിക്ക് വരണം? ടൈം ഞാൻ പുറകെ അറിയിക്കാം. നാളെ രാവിലെ മറ്റ് അപ്പോയിന്റ്മെന്റ്സ് ഒന്നും വെച്ച് കളയരുതേ. ഇല്ല സർ, ഞാൻ കൃത്യമായിട്ട് എത്തിക്കോളാം. ആ എന്താ സർ, പ്രത്യേകിച്ച് ഇഷ്യൂ വല്ലതും ഉണ്ടോ? ദേവിക വരൂ, നമുക്ക് നേരിൽ സംസാരിക്കാം. ഓക്കെ സർ. നാളെ മിനിസ്റ്റർ ഓഫീസ് വരെ ചെല്ലണമെന്ന്. എന്തിനായിരിക്കും അച്ഛാ? വകുപ്പിൽ എന്തെങ്കിലും വിഷയം സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒരു സൂചന തരില്ലേ? ഇതെന്തെങ്കിലും പേഴ്സണൽ ആവും മോളെ. മിനിസ്റ്ററായിട്ട് മോള് സംസാരിക്കും. ശരി അച്ഛാ.